എൻ്റെ അച്ഛൻ്റെ കൂടെ എപ്പോൾ സച്ച് പുറത്തു പോയാലും അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരു സാധനമാണ് ദേ ആ കൊണ്ടുപോകുന്നത്. 1-2 മീനിനെയാണ് അച്ഛൻ പൊതുവേ വാങ്ങി കൊടുക്കാറ്. ഇന്നിപ്പോൾ എന്താ അറിയില്ല, അവൻ്റെ കയ്യിൽ ഒരു 4-5 മീനുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോൾ വിളിച്ചാലും അവൻ അച്ഛൻ്റെ കൂടെ പോകും. ഞങ്ങളെ കൂടെ പോന്നാൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് അവനറിയാം. ആശ മീൻ വളർത്തുന്നത് മീൻപെട്ടിയിലാണേ. അതും അച്ഛൻ തേങ്ങ വലിക്കാൻ പോയപ്പോൾ ആരോ കൊടുത്തതാണ്. അവനൊരു അക്വേറിയം സെറ്റാക്കി കൊടുക്കണം. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ മുറ്റത്തുള്ള കറിവേപ്പിലയാണേ. ഇത് പൂത്തുപോയി. ഇനിയിപ്പോൾ അതിൽ ഇല വരുമോ? സച്ചുണ്ട് പറയുന്നത് ഇനി ഇല വരാൻ സാധ്യതയില്ല എന്ന്. ഞങ്ങളിതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അച്ഛൻ ചക്ക കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ചേ. അച്ഛൻ്റെ ടീച്ചിങ് ക്ലാസ് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, അവൻ ഒരു കുത്തിൽ തന്നെ ചക്ക 2 കഷ്ണമാക്കിയിട്ടുണ്ട്. പിന്നെ ചക്ക ഞങ്ങളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഈ ആഴ്ചയിൽ ഒരിക്കൽ എന്ന് പറയുന്ന പോലെ ഞങ്ങളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. ഇന്ന് വിചാരിച്ച് ഇത് ഞങ്ങളെ വീട്ടിലുള്ള ചക്കയല്ല കേട്ടോ, ഇത് അച്ഛൻ എവിടെയോ തേങ്ങ വലിക്കാൻ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ചക്കമുറി എക്സ്പേർട്ട് അതിനിടയ്ക്ക് മഴയിൽ നിറച്ച് മണ്ണാക്കിയിട്ടുണ്ട്. ആളെന്നെ അത് വൃത്തിയാക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ കാലുകൊണ്ടും കഴിവുകൊണ്ടൊക്കെ ആയിപ്പോയി. എന്തായാലും അച്ഛൻ പറഞ്ഞ് ഇനി മഴ എടുക്കണ്ട, നീ കുടുവാൾ വെച്ച് തന്നെ മുറിച്ചോന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ കുടുവാളിനെ കുറിച്ച്? ഇത് അച്ഛൻ്റെ കുടുവാൾ തന്നെയാട്ടോ. ഈ ചക്ക ശരിക്കും മൂത്തില്ല. എന്താ മൂത്തില്ലേ? മൂത്തിട്ടൊന്നുമില്ല. മൂത്ത അങ്ങനെയല്ല. മൂത്ത ചക്ക അങ്ങനെയല്ല. സോറി ഗൈസ്, ഇത് നല്ല മൂത്തണ്. അനിയത്തെ തന്നു ചവള ഇരുന്നിട്ടിരിയേ. എന്നപ്പോ വൈകുന്നേരത്തേക്ക് വെക്കാം. വൈകുന്നേരം വെക്കാം. നാളത്തെ മാതിരി നാളെ അങ്ങനെയല്ലേ ഇനിയോ? വൈകുന്നേരം വെച്ചിട്ട് എല്ലാവരും തിന്നണേ. രാത്രി നല്ലതാ രാത്രി ചക്കയൊക്കെ തിന്നണേ. ആ കണ്ട അതും ഇതൊക്കെ തിന്നണേനാട്ടി നന്ദി ചക്ക തിന്നാൽ. കടകട കൊണ്ടുവന്ന വെക്കലില്ല, നിങ്ങൾ മാത്രമേ തിന്നലുള്ളൂ. ഞാൻ തിന്നലുണ്ട്. വെച്ച അമ്മ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് സച്ച് ചുമക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിലിടയ്ക്ക് ഇത് ചക്ക വെച്ചിട്ട് അച്ഛനല്ലാതെ അമ്മ ഇച്ചിരി കഴിച്ചു, ബാക്കി ആരും കഴിച്ചിട്ടില്ല, ഒക്കെ കളഞ്ഞതാണ്. ഇത് അമ്മേൻ്റെ സ്ഥിരം ഡയലോഗാണ്. ചക്ക വെക്കുന്നതിൻ്റെ മുന്നേ. ചക്ക വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല കേട്ടോ. ഇതോടെ ചക്കയുടെ പരിപാടി കഴിഞ്ഞു. ചക്കമുറിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും സച്ചും കൂടെ നേരെ കോഴിക്കോട്ട് അങ്ങാടിക്ക് വിട്ടിട്ടോ. പാളയത്തിറങ്ങി മിഠായിത്തെരുവ് വഴി സ്ക്വയറിലൂടെ ബീച്ചിലോട്ട്. സംഭവം അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ എഡിറ്റ് ചെയ്താൽ ഞാനത് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.